ഞാൻ ഇന്ന് പെട്ടെന്ന് നമുക്ക് ഒരുപാട് ആളുണ്ടാകുമ്പോൾ പുട്ട് ചുടാനുള്ള ഒരു ടിപ്പായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങളെ വീടിൻ്റെ ബാക്ക് വശത്തുള്ള പാടാണ്. അപ്പോൾ ആ ഒരു പ്രകൃതിയും കൂടി കണ്ടോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞാൻ ഇതിൻ്റെ ഇൻട്രോ ഇങ്ങനെ ആക്കിയത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ പുട്ട് തയ്യാറാക്കാൻ നോക്കാം. ഞാൻ ഈ പുട്ടുണ്ടാക്കുന്നത് പത്തിരിപ്പൊടി വെച്ചാണ് കേട്ടോ. ഇനി പുട്ടുംപൊടി ആയാലും മതി. ഞാൻ പുട്ടുംപൊടി ഇല്ലാത്തതുകൊണ്ട് പത്തിരിപ്പൊടി കൊണ്ടാണ് ഞാൻ അധികം പുട്ടുണ്ടാക്കൽ. അത് ഇങ്ങനെ ശ്രദ്ധിച്ച് കുഴച്ചെടുക്കണം. പച്ചവെള്ളം ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഒരു പാകത്തിന് നനച്ചെടുക്കണം. അതിലേക്ക് വേണ്ട തേങ്ങ ചിരണ്ടിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ കുറേ ആളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് പണി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സമയമില്ലാത്ത നേരത്തൊക്കെ ഇങ്ങനെ ഒരു പുട്ടുണ്ടാക്കിയാൽ എളുപ്പമാണ് കേട്ടോ. അത് ഓരോ കുറ്റിയും കുത്തിയെടുക്കണ്ട, അല്ലെങ്കിൽ കുക്കറിൽ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കണം, അങ്ങനെയൊന്നും ഇല്ല. അത് ഒരു സമയത്ത് നമ്മളിത് ഉണ്ടാക്കി വെച്ചാൽ നമുക്കത് ഒരു ടൈമിൽ തന്നെ ആയി കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഓട്ടപാത്രമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പിന്നെ കേൾക്കാനൊക്കെ ഇറച്ചിയും ഒക്കെ കേൾക്കണ അങ്ങനെയുള്ളൊരു പാത്രമാണ് കേട്ടോ. അത് ഓട്ടമുള്ള പാത്രമാണ്. ചോറൊക്കെ ഊറ്റിയിടും. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് തേങ്ങ അതേപോലെ ഇങ്ങനെ വിതറിയിടുക. എന്നിട്ട് നമ്മൾ നനച്ച പൊടി ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ഉണങ്ങല്ലരിൻ്റെ പുട്ടാണ് കേട്ടോ. അതാണ് ഈ ഒരു പൊടിക്ക് ഈ ഒരു കളറ്. ഞങ്ങളിവിടെ നെല്ല് കുത്തിയതാണ്. അപ്പോൾ ഞാൻ ഈ പൊടിയൊക്കെ ഇതിലേക്ക് ഒരു സമയം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിൽ അളവ് കൂട്ടിയ പിന്നെ കുറേ ആളുണ്ടെങ്കിലും ഇതിൽ നിറച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 4 ആൾക്കുള്ളൊരു ഇതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നനച്ച് വെച്ച പൊടിയൊക്കെ അതിലിട്ടു. പിന്നെ അതിൻ്റെ മുകളിലും കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു. അപ്പോൾ പുട്ടൊക്കെ ഓട്ടപാത്രത്തിലേക്ക് ഫുള്ളാക്കി ഇട്ടു. ഇനി ഞാനൊരു പാത്രത്തിൽ വെള്ളം അടുപ്പിൽ വെച്ചിരിക്കണ്. ആ വെള്ളത്തിൻ്റെ മുകളിൽ ഈ ഒരു ഓട്ടപാത്രം വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി വെള്ളം തിളച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് അതേപോലെ വെച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് ഈ ഒരു പാത്രം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വരെ നമ്മളിത് ഈ അടപ്പ് തുറക്കാൻ പാടില്ല. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് തുറന്നിട്ട് ഒന്ന് ഒരു കയ്യിലോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് കോരി എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം അടിഭാഗമൊക്കെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ അത് മുകൾ ഭാഗം നമുക്കൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്നിങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളെന്തായാലും പുട്ട് പൊടിച്ചാണ് തിന്നുന്നത്. പിന്നെ കറിയൊക്കെ ഒഴിച്ച് തിന്നുമ്പോൾ എന്തായാലും ആ പുട്ടിൻ്റെ ഒരു ഷേപ്പ് ഇല്ല എന്നുള്ളൂ. പുട്ടിൻ്റെ എല്ലാ ടേസ്റ്റും ഇതുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ പണി എളുപ്പമാകും. ഗ്യാസിനും അധികം ചിലവില്ല. മറ്റേത് നമ്മൾ ഓരോ കുറ്റി നിറച്ച് പിന്നെ അത് കുത്തി വരുമ്പോഴത്തിന് പിന്നെ പുട്ടൊക്കെ പൊടിയൊക്കെ ആയി കിട്ട് വരുമ്പോഴത്തിന് അവിടെ അങ്ങനെ ഗ്യാസിൻ്റെ വെള്ളം തിളച്ച് അങ്ങനെ പോവും. അപ്പോൾ ഈ രീതിയിലാകുമ്പോൾ നമുക്ക് ഒറ്റ ടൈമിന് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതാ നല്ല വെന്തിട്ടുണ്ട്. ഇതാ അങ്ങനെ മണിമണിയായിട്ടാണ്. ഈ പുട്ട് തിന്നാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പത്തിരിപ്പൊടിൻ്റെ പിന്നെ പുട്ട് തിന്നാൻ പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ. അപ്പോൾ അതാ അതിൻ്റെ വെള്ളത്തിലൊന്നും നമ്മൾ ആ ഒരു ഇതിക്ക് ചാടുകയൊന്നും ചെയ്തിട്ടില്ല. പുട്ട് അവിടെ റെഡിയായും ചെയ്തു. ഇനി നമുക്ക് ചായയും കൂട്ടി കഴിച്ചാൽ മതി. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഉമ്മയൊക്കെ ഉണ്ടാക്കിന് കേട്ടോ. തുണിപ്പുട്ട് ഉണ്ടാക്കിന്. ഒരു വലിയ ചെമ്പട്ടിൻ്റെ മുകളിൽ തുണി വെച്ചിട്ട് ഇതേപോലെ പൊടിയിട്ടിട്ട് അത് നല്ല ടേസ്റ്റ് ആയിന് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.